നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ സംബന്ധമായിട്ട് ഒരു വീഡിയോ നമ്മൾ രാവിലെ ചെയ്തിരുന്നു. നവംബർ മാസത്തിലെ പെൻഷനായ 2000 രൂപയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയുള്ള 1600 രൂപയും കൂടി 3000 രൂപയുടെ അക്കൗണ്ടിലെത്തിയ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ പല ആളുകൾക്കും പെൻഷൻ എത്തിയിട്ടില്ലെന്ന് അറിയാൻ സാധിച്ചു. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ എത്തിയത്. എന്തുകൊണ്ടാണ് ഇന്ന് ലഭിക്കുമെന്ന് പറഞ്ഞ പെൻഷൻ ഇതുവരെയും എത്താത്തത്? ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ചും വീഡിയോസുകൾ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് നവംബർ മാസം 20-ാം തീയതി വ്യാഴാഴ്ച രാവിലത്തോടു കൂടി തന്നെ പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ്. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇപ്പോഴും പണം എത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ചില ആളുകൾക്ക് 2000 രൂപയെ മാത്രമാണ് ലഭിച്ചത്. ഇന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് പെൻഷൻ ലഭിച്ചതെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതല്ല, ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു ആളുകൾക്ക് അത് ഒരു ഉപകാരപ്രദമാകും. സോഫ്റ്റ്വെയർ തകരാറ് മൂലമാണ് ഇപ്പോഴും പെൻഷൻ വൈകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്തതിന് കാരണം സോഫ്റ്റ്വെയർ തകരാറ് മൂലമാണ്. ഒരു മണിക്കൂറിൽ തന്നെ ഈ സോഫ്റ്റ്വെയർ തകരാർ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തന്നെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. ഔദ്യോഗികമായി പെൻഷൻ വിതരണം തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിൽ എത്തിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പെൻഷനും കൊടുത്തു തീർത്ത് സർക്കാർ ഇലക്ഷൻ നേരിടാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും പെൻഷൻ ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് ഒരു മണിക്കൂറിൽ തന്നെ പെൻഷൻ ലഭിക്കും. നിങ്ങൾക്ക് രാവിലെ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.